ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ദ ഡോക്കിംഗ് ഡ്യൂക്കാണ്. ഓക്കെ, ഇവൻ നമ്മുടെ ഡ്യൂക്ക് എന്ന് പറയുന്ന നമ്മുടെ നായക്കുട്ടിയാണ്. ഇവൻ നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം തന്നെയാണ് ഡ്യൂക്ക്. ഇവൻ ചിപ്പിപ്പാറ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. നമ്മുടെ നാടൻ ബ്രീഡുകളിൽ ഒന്നാണ് ഈ ചിപ്പിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളതും ഇവനെ കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, ഇവന് നിങ്ങൾ തീറ്റ കൊടുക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ ചിപ്പിപ്പാറ എന്ന് പറയുന്ന ഡോഗ്സിന് തീരെ വണ്ണം വയ്ക്കാത്ത ഒരു ശരീരപ്രകൃതിയാണുള്ളത്. അപ്പോൾ ഇവർക്ക് എത്ര ഫുഡ് കൊടുത്താലും ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ. ഇവർ ഓടുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. ഇവൻ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡോഗാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ അടുത്ത് കളിക്കാനൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാലും ആൾ വളരെ അഗ്രസീവാണ്. ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡോഗാണ് ഇവൻ. അപ്പോൾ ഇവൻ നമുക്കൊരു 2.5-3 വർഷത്തിൻ്റെ അടുത്തായി ഇവൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. ഇവൻ നമ്മൾ രാജപാളയം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. രാജപാളയം ഡോഗ്സൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രാജപാളയത്തിൻ്റെ അടുത്തുള്ള ഒരു മധുരയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ചിപ്പിപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഡോഗ് ബ്രീഡാണ് ഈ വെറൈറ്റി. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വളരെ സ്ലിമ്മായിട്ടുള്ള ബോഡി ഷേപ്പാണ്. ഉണ്ടോ, ഇവർക്ക് നല്ല ഓട്ടക്കാരാണ് ഇവർ. ഇവരുടെ ബോഡിയുടെ ഷേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ഓടി സാധനങ്ങളെ പിക്ക് ചെയ്യാൻ പറ്റും. ഒരു 40 കിലോമീറ്ററൊക്കെ സ്പീഡിൽ ഓടുന്നതാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ ഇവർ ഹണ്ട് ഡോഗ്സിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ മുയലുകൾ ഉണ്ടാവുമല്ലോ, ഈ കാട്ടിലൊക്കെ ഉള്ള മുയലുകൾ അങ്ങനെയുള്ളതിനൊക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവർ ഈ നായേനെയാണ് കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നല്ല ഷാർപ്പായിട്ട് അതിൻ്റെ സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്ത് പോയി ഈ മാളങ്ങളിലൊക്കെ കുഴിച്ച് ഇതിൻ്റെ വായയുടെ ഷേപ്പ് കണ്ടോ, ഇവൻ്റെ വായയുടെ ഷേപ്പ് ഇങ്ങനെ ഈ മാളങ്ങളൊക്കെ പൊളിക്കാൻ പാകത്തിൽ പറ്റിയ വായയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവൻ മാന്തി പിടിക്കും. അപ്പോൾ ഇവനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തിരി ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ഓടുകയൊക്കെ വേണം ഡെയിലി. അപ്പം കുറച്ച് ഏരിയയൊക്കെയുള്ള സ്ഥലത്താണ് നമുക്ക് ഇവനെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇവർക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സ്പേസ് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇതാണ് ഈ ചിപ്പിപ്പാറ ബ്രീഡിൻ്റെ വിശേഷങ്ങൾ. ഇതിൽ തന്നെ 5-6 വെറൈറ്റികളുണ്ട്. ഇതൊരു വെള്ള പോലത്തെ കളറാണ്. ഇത് കൂടാതെ അതിൽ തന്നെ ഈ ചെവി ഇങ്ങനെ പൊന്തി നിൽക്കുന്നതല്ലാതെ ഇവരുടെ ചെവി കണ്ടോ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ചെവി തൊടുമ്പോൾ ചെവി മടക്കുന്നുണ്ടോ. അപ്പോൾ അഗ്രസീവായി നിൽക്കുമ്പോഴാണ് ചെവി ഇങ്ങനെ ചെവി എന്ന് പറയുക. ഇങ്ങനെ മോളിക്ക് നിൽക്കുന്നതിനെ കുത്തുകാത് എന്നെന്തോ പറയും. പിന്നെ ഇങ്ങനെ ചെവി കണ്ടോ മടക്കി പിടിക്കുന്നതിനെ കേട്ടോ, അത് ഞാൻ പിടിക്കുമ്പോൾ കാട്ടിത്തരാം. ചെവി മടക്കേടാ. അവർക്ക് വളരെ ഫ്രണ്ട്ലി ആകുമ്പോൾ അവർ ചെവി ഇങ്ങനെ മടക്കി പിടിക്കും. അപ്പോൾ അതിനെയാണ് പറവക്കാത് എന്ന് പറയും. അതുപോലെ 2-3 വെറൈറ്റികളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ കളറിൽ ഇതിപ്പോൾ വെള്ള പോലത്തെ ഒരു കളറാണ്. ഇനി ഇത് കൂടാതെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്. പിന്നെ ബ്ലാക്ക്, ബോഡി ഫുള്ള് ബ്ലാക്കും പിന്നെ മുഖത്ത് മാത്രം ചെറിയൊരു വൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഡോഗിനെയും കാണാം. അതിനെ കന്നി എന്നാണ് പറയുന്നത്. അതും ചിപ്പിപ്പാറ ബ്രീഡിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. അതിനെ കന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2-3 വെറൈറ്റികളാണ് ഇവരുടെ ഇതിൽ വരുന്നത്. നല്ല വേട്ടക്കാരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികളുടെ അടുത്തൊക്കെ വന്ന് കളിക്കും. എല്ലാവരുടെ അടുത്തും ഒരു ശല്യമില്ല, കടിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ഗാർഡ് ഡോഗാണ്. ഒരാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ആരും വരില്ല. അത്രയും കുരയും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളെ ഗാർഡ് ചെയ്യുന്ന ഒരു ഡോഗാണ് ഈ ചിപ്പിപ്പാറ ഡോഗ്സ്. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ ഒരു ജർമ്മൻ ഷെപ്പേർഡോ അല്ലെങ്കിൽ ഒരു ഡോബർമാനോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല പ്രൊട്ടക്ഷനാണ്, ഗാർഡ് ഡോഗ്സാണ്. മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഇപ്പോൾ ഇവനെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ അഴിച്ചുവിട്ട് അങ്ങനെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തേക്ക്
ഈ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇവന് അസുഖം വരുമോ ഇതെന്ന് അങ്ങനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒന്നും നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. 3 വർഷത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന സമയത്ത് പാർവോ വൈറസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നായ്ക്കൾക്ക് പാർവോ വൈറസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. പക്ഷേ ഇവൻ ഇതിനൊക്കെ അതിജീവിച്ചു. 1-2 ദിവസം നമ്മൾ ഗ്ലൂക്കോസൊക്കെ കൊടുത്തെച്ചാലും ആൾ അതിജീവിച്ചു വന്നു. ഇതിൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, കന്നി ഡോഗിനെയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചത്തുപോയി. ഇവൻ പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. 3 വർഷത്തോളമായി പിന്നെ ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല. ആകെ ചെയ്യുന്നത് വർഷത്തിലൊരിക്കലും ഇവന് വാക്സിൻ എടുക്കും. പേയുടെ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കും. പിന്നെ വിരയുടെ ഗുളിക ചിലപ്പോൾ കൊടുക്കാറുണ്ട്, 4-5 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവന് ആകെ കൂടെയുള്ള ഒരു പണി എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ആണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. ഫുഡിന് ഒരു ഫുഡ് പ്രാന്തനാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഫുഡ് എത്ര കൊടുത്താലും കഴിക്കും, പക്ഷേ ശരീരത്തിലൊന്നും കാണില്ല. ഹണ്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ പോലും ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഡോഗ്സാണ് ചിപ്പിപ്പാറ ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ റൈസും അതുപോലെ ചിക്കൻ പീസസ് അവൈലബിൾ ആയപ്പോൾ അത് പിന്നെ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ 2-3 വയസ്സൊക്കെ ആയപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരു നേരം മെയിൻ ഫുഡും പിന്നെ രാവിലെ ഒരു ചെറിയൊരു സ്നാക്സ് പോലെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനെ നമ്മളെപ്പോഴും കെട്ടിയിടാറില്ല. നമ്മളിപ്പോൾ രാത്രിയും ഒക്കെ അഴിച്ചിടാണ് ചെയ്യുന്നത്. പിന്നെ പിന്നെ ആകെ കൂടെ നമുക്ക് ഈ സ്കിന്നിൽ രോമമില്ലാത്തത് കൊണ്ട്, ഹെയർ ഇല്ലാത്തത് കൊണ്ടുള്ള ഗുണമുണ്ട്. അപ്പോൾ അതിൽ എങ്കിലും ഇടയ്ക്ക് ചെള്ള് പോലെ വരും. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോയിക്കോളും. ഡ്യൂക്ക് 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 സിറ്റ് 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 സിറ്റ്. ഗുഡ് ബൈ, ഗുഡ് ബൈ. Shake hand, shake hand. Goodbye. Next, next. Goodbye, goodbye. Down, 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 down. Goodbye, goodbye. Stay, stay, stay. പിന്നെ നമുക്കിതിലൊരു ഇവൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുള്ള ടൈപ്പ് ബ്രീഡാണ് കേട്ടോ. അപ്പോൾ ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു ചെറിയ അനക്കം കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് ആക്രി പറക്കുന്നവരാണ് ഇവൻ്റെ ശത്രുക്കൾ. അവർ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ അറ്റത്തെത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് ബഹളവും കുരയും തുടങ്ങും. അതുപോലെ തന്നെ ഒരു ജീവി അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല, അത്രയും ബഹളമാണ്. അതേസമയം നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നാൽ പോലും ഇപ്പോൾ കുറേ മന്ത്സിന് ശേഷം വരുന്നവരെ ഇവൻ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. ഭയങ്കര വാലാട്ടലും സ്നേഹപ്രകടനമൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, എൻ്റെ മക്കളാണെങ്കിലും അവരുടെ അടുത്ത് ഭയങ്കര കളിയും ഇതാണ്, ഭയങ്കര കെയറിങ് ആണ്. അവരുടെ അടുത്തേക്കൊന്നും ഒരാളെ വരാൻ സമ്മതിക്കില്ല. അപ്പോൾ അത്രയും കെയറിങ് ആണ്. കുട്ടികളെയാണ് പ്രത്യേകം പറയാനുള്ളത്. ഇപ്പോൾ വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. ഓരോരുത്തരുടെ അടുത്ത് ഓരോ തരത്തിലുള്ള ബിഹേവിയറാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ട്രെയിനിങ് നല്ല പോലെ ഇങ്ങനെയുള്ള ഡോഗ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ നല്ല ബുദ്ധിയുള്ളതായതുകൊണ്ട് തന്നെ ട്രെയിനിങ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ചെയ്യുന്ന ഒരു ഇത് കാണിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല ഗാർഡ് ഡോഗാണ്. നല്ലൊരു ഫാം ഹൗസൊക്കെ മാനേജ് ചെയ്യാൻ ഇവൻ ഒരാൾ മതി. സാധാരണ ഇവർ ഒറ്റയ്ക്കല്ല വളർത്തുക. ഒരു 2-3 ഉണ്ടെന്ന് വെച്ചാൽ 2 നായ്ക്കൾ ഇവരുടെ ബ്രീഡിൽ തന്നെ 1-2 നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ഫാമൊക്കെ ഒരു മാനേജ് ചെയ്തോളും. ഒരാളതിൻ്റെ അകത്തേക്ക് കടക്കാത്ത രീതിയിൽ മാനേജ് ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് ഇതിലത്തെ കന്നി എന്ന് പറയുന്ന ബ്ലാക്ക് കളറിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഈ തമിഴ്നാട്ടിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതിനെയും കൂടെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഗിഫ്റ്റ് പോലെ കൊടുക്കുന്ന ഒരു നായ കൂടിയാണ് ഈ ബ്രീഡ്.
ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ ചാടിക്കയറി ഇങ്ങനെ കൈ തന്ന് നമുക്കിങ്ങനെ ഒരാൾ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. അതുപോലെ ആരെങ്കിലും വന്നാലും ഇതുപോലെ നിന്ന് ചാടാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലിൻ്റെ പ്രത്യേകതയാണ്. ഇവരുടെ കാല് സാധാരണ നായ്ക്കളുടെ കാല് പോലെയല്ല, നമ്മൾ വീട്ടിലൊരു പുലീനെ വളർത്തുന്ന പോലെയാണ്. അതായത് പുലിയുടെ ഒക്കെ കാലുണ്ടല്ലോ, ഈ പോസിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഈ കാൽപാദത്തിൻ്റെ ഉള്ളിൽ നിന്ന് നഖം പുറത്തോട്ട് തള്ളി വരുന്ന രീതിയിലാണ് ഇവരുടെ കാല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ ഓടുന്നതിന്, അതുപോലെ മാന്തുന്നതിന്, മണ്ണ് മാന്തുന്നതിനൊക്കെ, മാളങ്ങൾ തകർക്കുന്നതിനൊക്കെ പാകത്തിലാണ് ഇവരുടെ കാല് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഭയങ്കര ശക്തിയുള്ള കാലുകളാണ്. അപ്പോൾ നല്ല ഓട്ടം ഓടുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇരാനെയൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ കാലിൻ്റെ പോസിൻ്റെ ഉള്ളിൽ നിന്ന്, അതിൻ്റെ മാംസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നഖം പുറത്തോട്ട് തള്ളി വരും. ഈ കടുവയും പുലിയൊക്കെ ഇരയെ പിടിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, അതിൻ്റെ നഖം പുറത്തോട്ട് തള്ളി വരുന്നത്. അതുപോലെ ഇതിൻ്റെ നഖം തള്ളി വരുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നഖം നല്ല പോലെ വെട്ടി കെയർ ചെയ്യണം. കാരണം ഭയങ്കര വളർച്ചയാണ് നഖത്തിന്. അപ്പോൾ 2-3 മാസം കൂടുമ്പോൾ തന്നെ നഖത്തിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. 2 നഖമുണ്ട്, ഇങ്ങനെ മുകളിലുള്ള നഖവും കട്ട് ചെയ്ത്, ഈ മുമ്പിലത്തെ ഓൾമോസ്റ്റ് അവർ തന്നെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ മാന്തി കളയും തുമ്പൊക്കെ. അപ്പോൾ ഇതിൻ്റെ നഖം കണ്ടോ, അങ്ങനെ തള്ളി വരുന്ന ടൈപ്പ് ഒരു നഖമാണ്. ഇങ്ങനെ ഇരയെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷനിലിരിക്കും നിലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നഖം പുറത്തോട്ട് തള്ളി വരും. കണ്ടോ, നല്ല ശക്തിയുള്ള കാലുകൾ. നമ്മുടെയൊക്കെ കൈ പോലെയൊക്കെ തന്നെ കറക്റ്റ് നീളമൊക്കെ അതുപോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്നൊരു ടൈപ്പ് കാലുകളാണ് ഇവരുടെ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്യൂക്കിനെ പറ്റി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡോഗ്സിൻ്റെയൊക്കെ പിക്സ് നിങ്ങളിതിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോ കാണുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.